ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇങ്ങനെ അടിപൊളിയായിട്ട് ഇവിടെ പോകുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ലക്സംബർഗിലെ കോസ്റ്റ് ഓഫ് ലിവിങ് എങ്ങനെയാണ്, അവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ടുള്ളൊരു വ്ളോഗാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ലക്സംബർഗ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ്. ആസ് വെൽ ആസ് അതിനനുസരിച്ച് കോസ്റ്റ് ഓഫ് ലിവിങ് ഓൾസോ കുറച്ച് ഹൈ ആണ്. അപ്പം ആദ്യത്തെ ഒരു മേജർ എക്സ്പെൻസ് ലക്സംബർഗിൽ വരുന്നത് എന്താ വെച്ചാൽ ഹൗസ് റെൻ്റ് ആണ്. അപ്പോൾ ഒരു 1 BHK ഒരു അപ്പാർട്ട്മെൻറ്റിന് ഒരു നിയർലി ഒരു €1,500 to €1,900 വരെ മിനിമം വരാം. ആൻഡ് ഒരു 2 BHK അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഒരു €2,000 to €2,500 വരെ വരാം. ഇത് ഡിഫറും ചെയ്യാം കേട്ടോ. ഈ ഒരു എമൗണ്ട് വേരിയേഷൻ ഡിഫർ ചെയ്യുക ലൈക്ക് നമ്മൾ ഏത് ലൊക്കേഷനിലാണ് താമസിക്കുന്നതെന്ന് അനുസരിച്ചിട്ട്. ഇപ്പം നമ്മൾ സിറ്റി ഏരിയക്കാണ് ഇതിലും കൂടുതലായിട്ട് വരാം. അപ്പം മേജർ ഒരു എക്സ്പെൻസ് ലക്സംബർഗിൽ വരുന്നത് എന്താ വെച്ചാൽ ഹൗസ് റെന്റ് ആണ്. ഇനി നെക്സ്റ്റ് ഉള്ളത് മെയിൻലി വരുന്നത് ഗ്രോസറി ഷോപ്പിംഗ് ആണ്. അപ്പം ഇവിടെ കുറേ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, ലൈക്ക് ലിഡിൽ, ഓഷാൻ, അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. ലൈക്ക് നോർമൽ സൂപ്പർ മാർക്കറ്റ്സ് മാത്രമല്ല, ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്സ് ഓൾസോ ഉണ്ട്. അപ്പോൾ ഒരു മിനിമം എക്സ്പെൻസ് അറ്റ്ലീസ്റ്റ് ഒരു €400 to €500 വരെ വരും. ദിസ് ഇസ് ലൈക്ക് ഫോർ 2 people ആണ് ഞാൻ പറയുന്നത്. അപ്പം ഇത്ര ഒരു എക്സ്പെൻസ് എന്തായാലും ഒരു മന്ത്ലി ബേസിസ് എന്തായാലും വരാൻ ഉണ്ട്, ഒരു €400 to €500. പിന്നെ നാട്ടിലെ പോലെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും പോയി പുറത്തൊന്നും പോയി കഴിക്കാൻ പറ്റില്ല. ബിക്കോസ് ലക്സംബർഗിലെ ഒരുവിധ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം നമ്മൾ മന്ത്ലി വൺസ് ഓർ ട്വൈസ് ഒക്കെയാണ് പുറത്ത് പോയി കഴിക്കാറ്. അപ്പം നിയർലി ഒരു എക്സ്പെൻസ് വരെ ഒരു രണ്ടാൾക്ക് നിയർലി ഒരു €100 to €150 വരെയെങ്കിലും പുറത്ത് പോയി കഴിക്കുകയാണെങ്കിൽ വരും. ലൈക്ക് ഒരു എക്സ്പെൻസ് എന്താ €100 to €150 വരെ വരും. ആൻഡ് ദിസ് ഡിഫേഴ്സ് ലൈക്ക് എത്ര ആൾക്കാർ പോകാം. ഞാൻ പറയുന്നത് 2 ആൾക്കാർ പോയാൽ ഒരു ഏകദേശം ഇത്ര വരും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു എക്സ്പെൻസ് ആണ് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്. അതായത് ചിലൊരു ഹൗസ് റെന്റിന്റെ കൂടെ തന്നെ കോമൺ ചാർജസിന്റെ കൂടെ തന്നെ ഈ ഇലക്ട്രിസിറ്റി ഓൾസോ ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പം ഇൻ കേസ് ചിലപ്പം ഇൻക്ലൂഡഡ് അല്ലാത്തതും ഉണ്ടാവാറുണ്ട്. അപ്പം അതൊരു മിനിമം മന്ത്ലി ഒരു €50 to €70 എങ്കിലും വരാം. ഈ നെക്സ്റ്റ് വരുന്ന മെഡിക്കൽ എക്സ്പെൻസ് പറഞ്ഞാൽ ലക്സംബർഗിൽ മെഡിക്കൽ എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. ബിക്കോസ് ഒരു 80% ഓഫ് ഇത് CNS കവർ ചെയ്യും. അപ്പം കമ്പാരിറ്റീവ്ലി മെഡിക്കൽ എക്സ്പെൻസ് വളരെ കുറവാണ് വരിക. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസ് വരാണെങ്കിൽ തന്നെ ഒരു മിനിമം ഒരു €50 ഒക്കെയാണ് വരാറുള്ളത്. ഈ ലക്സംബർഗിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ട്സും ടോട്ടലി ഫ്രീ ആണ്. അപ്പൊ ഇവിടെ വരുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട്സ് പറയുന്നത് ബസ്, ട്രെയിന്, ട്രാം. അപ്പൊ ഈ 3 പബ്ലിക് ട്രാൻസ്പോർട്ടും ഇൻ ലക്സംബർഗ് ഇസ് ടോട്ടലി ഫ്രീ. അപ്പൊ നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ അധികം എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഇൻ കേസ് നമ്മളിപ്പോ ഒരു കാർ ഉള്ള ഒരാളാണെങ്കിൽ അതിന്റെ പെട്രോൾ എമൗണ്ട് വരും. അത് ഇപ്പൊ പെട്രോളിന് ഇന്നതാണ് എമൗണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഡിഫേഴ്സ്. അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റുന്നതാണ്. പക്ഷേ മറ്റ് യൂറോപ്യൻ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ലക്സംബർഗിൽ പെട്രോൾ എമൗണ്ട് കുറച്ച് കുറവാണ്. ഇനി ഫിറ്റ്നസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലക്സംബർഗിൽ ഒരുവിധ എല്ലാ ആൾക്കാരും വെരി ഹെൽത്ത് കോൺഷ്യസ് ആണ്. പിന്നെ വെരി ഫിറ്റ് ബോഡി ആയിട്ടുള്ള ഒരാൾക്കാണ്. അപ്പൊ നമുക്കിപ്പം ഇൻ കേസ് നമുക്ക് ജിമ്മിൽ പോകണം എന്ന ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഒരു 4 വീക്സിന് ഇവിടെ €30 ആണ് മിനിമം എമൗണ്ട്. ഞാൻ പറയുന്നത് ഒരു 4 വീക്സിന് €30 എങ്കിലും വരുന്നതാണ്. പിന്നെ ഐ വുഡ് ഓൾസോ സേ ദാറ്റ് നമ്മൾക്ക് ആക്ച്വലി ഇവിടെ ലൈക്ക് ഒരു ജിമ്മ് പോകണമെന്നില്ല. ബിക്കോസ് ഇവിടെ നടക്കാൻ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട്. ആസ് വെൽ ആസ് ഇവിടെ പല പാർക്സുകളുണ്ട്. ആ പാർക്കിൽ തന്നെ ചില പാർക്സിലൊക്കെ ഇവിടെ ജിം എക്വിപ്മെന്റ്സ് തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയും ട്രൈ ചെയ്യണം. പിന്നെ വേറൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ ലക്സംബർഗ് ഇസ് നോൺ ഫോർ ഹൈക്കിംഗ്. കുറേ ഹൈക്ക് ചെയ്യുന്ന കുറേ സ്പോട്സുകളുണ്ട്. അപ്പം അങ്ങനെയും നമുക്ക് ട്രൈ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് പേഴ്സണൽ ഗ്രൂമിങ്. അതായത് ഇപ്പം ഹെയർ കട്ട്, ട്രിമ്മിങ്, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ. അപ്പം ഇപ്പൊ ആണുങ്ങൾക്കാണെങ്കിൽ പേഴ്സണൽ ഗ്രൂമിങ്ങിൽ എനിക്ക് തോന്നുന്നു ഹെയർ കട്ട് ആൻഡ് ബിയർഡ് എല്ലാം കൂടി ഒരു €30 to €35 എങ്കിലും വരാൻ ചാൻസസ് ആർ ദർ.
പിന്നെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഇപ്പം ഹെയർ കട്ട് ത്രെഡിങ് ഒക്കെ ആണെങ്കിൽ ഒരു 60 to 70 യൂറോ വരെയെങ്കിലും വരാൻ ചാൻസസ് അതെ. ഇപ്പോൾ ഇവിടെ ത്രെഡിങ്ങിനൊക്കെ 8 യൂറോ ടു 10 യൂറോ വരെയാണെങ്കിൽ എക്സ്പെൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് എക്സ്പെൻസ് വരുന്നത് മൊബൈൽ ആൻഡ് വൈഫൈ ചാർജസ് ആണ്. ഇപ്പം മൊബൈലിന് ഒരാൾക്ക് വരുന്നത് 10 to 15 യൂറോ വരെയെങ്കിലും വരാം, ഒരാൾക്ക് ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം വൈഫൈ കണക്ഷൻ ആണെങ്കിൽ 45 to 60 യൂറോ വരെയെങ്കിലും വരാം. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്ത് പ്ലാൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ കൂടുതൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ ലക്സംബർഗ് അറിയാൻ വേണ്ടി ഈ NUMBIO പറഞ്ഞ ഈ സൈറ്റിൽ പോയാൽ മതി. അതിൽ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് അടിച്ചു നോക്കിയാൽ മതി. എന്നിട്ട് ചെയ്താൽ നിങ്ങളെ ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. എക്സാക്ട് ലൊക്കേഷൻ ലക്സംബർഗിൽ തന്നെ ഉള്ള ലൊക്കേഷൻ അടിച്ചപ്പോൾ ബെറ്റംബർഗ്, ഡുട്ട്ലാൻഡ് ഏത് സ്ഥലം അടിച്ചു നോക്കിയാൽ അവിടെയുള്ള എല്ലാ എക്സ്പെൻസസും ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് എത്ര വരും എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസും ഇതിൽ കിട്ടുന്നതാണ്. സോ ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു ഇൻഫർമേറ്റീവ് ആണ് എന്ന് വിചാരിക്കുന്നു. അഥവാ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ബൈ, ഹാവ് ഫൺ.